നിർധനരായവരുടെയും സാധാരണക്കാരായവരുടെയും മണ്ണായ കുട്ടനാടിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി അക്ഷീണം പ്രയത്നിക്കുമെന്ന് നിയുക്ത MLA റജി ചെറിയാൻ. ഇനിയുള്ള ജീവിതം കുട്ടനാടിനു വേണ്ടി ആകുമെന്നും അദ്ദേഹം പറഞ്ഞു. മാതൃദേവാലയമായ പത്തിയൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട് എന്നാൽ നിർധനരായവരുടെയും സാധാരണക്കാരുടെയും മണ്ണാണെന്നും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അവിടെ നടപ്പാക്കുവാൻ അക്ഷീണം പ്രയത്നിക്കുമെന്നും നിയുക്ത കുട്ടനാട് MLA റജി ചെറിയാൻ പറഞ്ഞു. മാതൃദേവാലയമായ പത്തിയൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ നൽകിയ സ്വീകരണത്തിന് നന്ദി പറയുകയായിരുന്നു അദ്ദേഹം. ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും പിന്തുണ തനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ജീവിതം കുട്ടനാടിന്റെ ക്ഷേമത്തിനായി മാറ്റിവെക്കും. ജനങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതം ബുദ്ധിമുട്ടുള്ള, കിടക്കുവാൻ വീടുകളില്ലാത്ത, നടക്കുവാൻ വഴികളില്ലാത്ത ഒരു നാടാണ്. ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഏറ്റവും വലുതാണ് എന്ന് എനിക്ക് നല്ല ബോധ്യം. അത് ചെയ്യുവാൻ എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടെ എത്താമെങ്കിൽ ഇനിയുള്ള ജീവിതം ആ നാടിന് വേണ്ടി, ആ നാട്ടിലെ നാട്ടുകാർക്ക് വേണ്ടി എനിക്ക് സമർപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല. ആ നാടിനെ ഞാൻ കൈത്താങ്ങും. ആ നാടെന്നെ ഏറ്റെടുത്തത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഈ കാലങ്ങളിൽ കഴിഞ്ഞ ഒരു കാലത്തും ഒരുത്തർക്കും കിട്ടിയിട്ടില്ലാത്ത ഒരു ഭൂരിപക്ഷമാണ് എനിക്ക് നാട് തന്നത്. അവിടുത്തെ പാവപ്പെട്ടവരുടെ വോട്ടാണ്. പാവങ്ങളാണ് അവരെന്നെ വിശ്വസിക്കും. ആ വിശ്വാസം എനിക്ക് അവരിൽ 100% നടപ്പാക്കണമെന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമുള്ള വ്യക്തിയാണ്. കുടിക്കുവാൻ വെള്ളവും നടക്കുവാൻ വഴിയും ഓടിച്ചെല്ലുവാനൊരു ആശുപത്രിയും അവർക്കുണ്ടാവണം. ഇതിനെല്ലാം എന്ത് വില കൊടുത്താണെങ്കിലും അതിൽ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ നിലനിൽക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഞാൻ ചെയ്യും. അത് ചെയ്തേ എനിക്ക് സാധിക്കൂ. ഞാൻ അവരോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ 20 വർഷം നിങ്ങളെ ആരെങ്കിലും നയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇനിയും തിരികെ വന്ന് 5 വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ അഭിമാനകരമായിട്ട് പറഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിനെനിക്ക് സാധിച്ചില്ല എങ്കിൽ ഞാൻ ഒന്നുകൂടി നിങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിച്ചു വരില്ല. ആ വിശ്വാസം അവർ എന്നിൽ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് അവർ വില കൊടുത്തു. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കാലഘട്ടത്തിൽ എത്രയെല്ലാം പ്രയാസങ്ങളുണ്ടായിരുന്നു. വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മാത്രം വോട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അവിടെ. അതിനെ മാറ്റിയെടുക്കുവാൻ എനിക്ക് സാധിച്ചു. ആ മാറ്റം ആ ജനങ്ങൾ തന്നുവെങ്കിൽ അവരെ തീർച്ചയായിട്ടും ഞാൻ സംരക്ഷിക്കും, മുമ്പോട്ട് പോകും. ഇവിടെ എനിക്ക് മുമ്പുള്ളവർ പറഞ്ഞോട്ടെ, അതിൽ ഒരു രാഷ്ട്രീയവും ഒരു ജാതിയോ മതമോ ഒന്നും ഞാൻ കലർത്തില്ല. കാരണം ഈ പറഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ജനങ്ങളുടെ കൂടെ ഞാൻ നിന്നാൽ തീർച്ചയായിട്ടും പോസ്റ്ററുകളില്ലാത്ത, ഫ്ലെക്സുകളില്ലാത്ത ഒരു ഇലക്ഷനായിരിക്കും വിജയിക്കാൻ നേരിടുന്നത് എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പം തിരുവേലി പറഞ്ഞുകൊണ്ട് മന്ത്രിസ്ഥാനം ഒരിക്കലും ഞാൻ എന്നോട് ഈ പറഞ്ഞുകൊണ്ട് തന്നെ പല ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഒരു മന്ത്രിയാകുമോ 2 കിട്ടിയാലും ചോദിക്കുന്നുണ്ട്. എന്നെ ഞാൻ പോയി ചേർന്ന ഒരു പാർട്ടി വളരെ നല്ല നല്ല മനസ്സിൻ്റെ ഉടമയായ ആദരണീയായ കേരള സംസ്ഥാനത്ത് ഒരു മനുഷ്യൻ ഒരു തുരുമ്പ് പോലും സംശയകരമായി ഒരു മോശം പറയാത്ത ഒരു മനുഷ്യനായ PJ ജോസഫിൻ്റെ പാർട്ടിയിലാണ് ഞാൻ പോയി ചേർന്നിരിക്കുന്നത്. ഇന്നും എല്ലാ അധികാരങ്ങളും കയ്യിലുള്ളപ്പോഴും ഞങ്ങളോട് സ്നേഹമായിട്ട് ഇടപെടുകയും എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് വളരെ നല്ല രീതിയിൽ ആരും ഓരോരുത്തരോട് ഇടപെടാത്ത രീതിയിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് PJ ജോസഫ് സാറിൻ്റെ. ആ സാറിൻ്റെ കൂടെ, സാറിൻ്റെ മരണം വരെയും ഞങ്ങൾ ഒന്നിച്ച് സാറ് പറയുന്നത് കേട്ട് കൂടെ ഉണ്ടാവും. കാരണം എന്നെ കുട്ടികളെ ഒരവസരം തന്ന് എന്നെ MLA ആക്കിയ ഒരേ ഒരു മനുഷ്യനാണ്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, സംസ്ഥാനത്തുള്ള ആൾക്കാരും പലതും പറയുന്നുണ്ട്. അതൊന്നുമല്ല, ആ മനുഷ്യന്റെ സ്നേഹവും ആ മനുഷ്യന്റെ ഇടപെടലും അടുപ്പവും. CD Net News, കായംകുളം.